മഞ്ഞപ്പിത്ത വ്യാപന ആശങ്കയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് 5 വയസ്സുകാരിക്ക് സ്ഥിരീകരിച്ചത് അത്യപൂർവമായ മസ്തിഷ്ക ജ്വരം. ലോകത്ത് തന്നെ വർഷം 5-6 പേർക്ക് മാത്രം ബാധിക്കുന്ന അത്യപൂർവ അമീബയാണിത്. രോഗം ബാധിക്കുന്നവർ കുറവാണ് എന്നതിനാൽ ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങളും വികസിച്ചു വന്നിട്ടില്ല. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? റിപ്പോർട്ടിലേക്ക്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? അമീബിക് എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ അപകടകരമായ അമീബ പ്രവേശിക്കുന്നതിലൂടെയാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു? അമീബ ശുദ്ധജല നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ശരീരത്തിൽ കയറുന്നത്. ഉപ്പുള്ള കടലിൽ ഇവ ഉണ്ടാകാറില്ല. നീന്തുകയോ മുങ്ങുകയോ ചെയ്യുമ്പോൾ മൂക്കിലൂടെയാണ് സാധാരണ തലയോട്ടിയിലെത്തുന്നത്. കണ്ണുകൾ വഴിയും ചെവി വഴിയും ഇവ കയറാമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് അമീബ വരുത്തുന്ന അപകടം? നാഡീ സംവിധാനത്തെ തകരാറിലാക്കും. അതോടെ തലച്ചോറിന്റെ പ്രവർത്തനം താളം തെറ്റും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ശക്തമായ പനി, കടുത്ത തലവേദന, ചുഴലി, ഛർദി, പ്രകാശത്തോടുള്ള ഭയം, മാനസിക നില താളം തെറ്റുക എന്നിവയാണ് ലക്ഷണങ്ങൾ. അമീബ പ്രവേശിച്ച് 9 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. എന്താണ് ചികിത്സ? അത്യപൂർവ രോഗമായതിനാൽ ഫലപ്രദമായ ചികിത്സ കണ്ടെത്തിയിട്ടില്ല. ലക്ഷണങ്ങൾക്കുള്ള വിവിധ മരുന്നുകൾ ഇടകലർത്തി നൽകുന്ന രീതിയാണ് നിലവിലുള്ളത്. 2 വർഷം മുൻപ് തമിഴ്നാട്ടിൽ 47കാരന് അമീബ ബാധിച്ചത് നീണ്ട ചികിത്സയിലൂടെ സുഖപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ നേരത്തെ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ട് സ്മിതയ്ക്ക് കൂടുതൽ പ്രേക്ഷകർ നന്ദി അറിയിക്കുന്നുണ്ട്. ചില പ്രേക്ഷകരൊക്കെ പലയിടങ്ങളിൽ മഴയുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. അഞ്ജന പറയുന്നുണ്ട് കൊട്ടാരക്കര, ആനക്കൊട്ടൂരൊക്കെ നല്ല മഴ കിട്ടി. 2-3 ദിവസമായിട്ട് അവിടെ മഴയുണ്ടെന്നാണ് പറയുന്നത്. ഉമ്മർ പറയുന്നു തൃശ്ശൂർ ജില്ലയുടെ ആറ്റൂർ ഭാഗത്ത് സൂപ്പർ മഴ, ഗംഭീര ഇടിമിന്നൽ എന്നാണ് പറയുന്നത്. ഗീത ഷൊർണൂരിൽ ഇടിയോടുകൂടിയ ചാറ്റൽ മഴയുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയമിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ഇതുവരെ ശമ്പളം നൽകിയിട്ടില്ല. സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടുന്നതാണ്. വിമുക്ത ഭടന്മാർ ഉൾപ്പെടെയുള്ള ഈ വിഭാഗത്തിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള പണം കിട്ടിയിട്ടില്ല എന്നാണ് ദിനേശ് ഹരിപ്പാട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മറ്റ് ജനകീയ വിഷയങ്ങളിലേക്ക്, വാർത്തകളിലേക്കൊക്കെ എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.